ചവറ്റുകുട്ടയിൽ എറിയുക. സഭാപ്രസംഗി 10-ാം അധ്യായം 1 മുതൽ 20 വരെ. ധ്യാനത്തിനായിട്ട് 1-ാം വാക്യം. ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. അല്പപോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. നിങ്ങളൊരു പൂഴ്ത്തിവെപ്പുകാരനാണ്. പെട്ടെന്ന് ഈ ചോദ്യത്തിന് മറുപടി നൽകേണ്ടതില്ല. പൂഴ്ത്തിവെക്കാനുള്ള പ്രവണത മനുഷ്യ സഹജമാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ സ്വഭാവമില്ലെന്ന് പറയാനാണ് ഭാവമെങ്കിൽ അതിനു മുമ്പ് നിങ്ങളുടെ മേശയുടെയോ കബോർഡിൻ്റെയോ വലിപ്പൊന്ന് പരിശോധിച്ച് നോക്കുക. എന്തെല്ലാം ചവറുകളാണ് അതിലുള്ളതെന്ന് അപ്പോൾ കാണാം. വില്യം മില്ലർ ഡോണ്ട് ഫൈൽ ഇറ്റ്, ത്രോ ഇറ്റ് എവേ എന്ന ശീർഷകത്തിൽ എഴുതിയിട്ടുള്ള പ്രബന്ധത്തിൽ പറയുന്ന കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ പൂഴ്ത്തിവെക്കൽ എന്നത് മനുഷ്യൻ്റെ ഒരു വക ഭ്രാന്താണ്. ആയുസ്സിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത വസ്തുക്കൾ പോലും നാം സംഭരിച്ചു വയ്ക്കുന്നു. ആവശ്യമില്ലാത്ത കടലാസുകൾ, പൊട്ടിയ പാത്രങ്ങൾ, കേടുവന്ന ഗൃഹോപകരണങ്ങൾ, തുരുമ്പ് തിന്ന തകരങ്ങൾ, ധരാവ കൊണ്ട് നിറഞ്ഞ കുപ്പക്കൂനകളായിരിക്കും നമ്മുടെ പല വീടുകളും. ഒന്നും നഷ്ടപ്പെടുത്തുവാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. ജന്മാന്തരങ്ങളായി മനുഷ്യനിൽ കുടികൊള്ളുന്ന ഈ സ്വഭാവത്തോട് സമരം ചെയ്ത് അതിനെ കീഴടക്കിയ ഒരു വിദഗ്ധനാണ് ലീഹി എന്ന അമേരിക്കക്കാരൻ. ആവശ്യമില്ലാത്ത കടലാസുകൾ സൂക്ഷിച്ചു വയ്ക്കാതെ അവ യഥാസമയം ചവറ്റുകൊട്ടയിൽ എറിയുന്നത് മൂലമുണ്ടാകുന്ന പണലാഭത്തെക്കുറിച്ച് അമേരിക്കൻ ജനതയെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കമ്പനികളിലും സർക്കാർ ഓഫീസുകളിലുമുള്ള ഫയലുകളിൽ 40% മൃതപ്രായങ്ങളാണെന്നും അവ ഒഴിവാക്കിയാൽ ആ ഫയലുകൾക്കും അവ വയ്ക്കാനുള്ള അലമാരികൾക്കും ഷെൽഫുകൾക്കും മറ്റും ചെലവാക്കുന്ന പണം ലാഭിക്കാവുന്നതാണെന്നും അദ്ദേഹം സമർത്ഥിച്ചു. ചവറ്റുകുട്ടയിൽ എറിയേണ്ടവ അപ്പോൾ എറിയാനുള്ള പരിചയം നമുക്കുണ്ടാകണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഭൗതികമായ വസ്തുക്കൾ മാത്രമല്ല ചവറ്റുകുട്ടയിൽ ഇടേണ്ടത്. നമ്മുടെ മനസ്സിൽ നിരവധി ചപ്പുചവറുകൾ നാം സംഭരിച്ചു വയ്ക്കാറുണ്ട്. നാം ബോധപൂർവമല്ലാതെ മനസ്സിൽ പലതും പൂഴ്ത്തിവെക്കുന്നു. ഉൾപ്പക അഥവാ വിദ്വേഷം, ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടായ പരാജയങ്ങൾ, അശുഭാപ്തി വിശ്വാസം, അപകർഷതാബോധം, അസൂയ എന്നിങ്ങനെ ചവറ്റുകുട്ടയിൽ എറിയപ്പെടേണ്ട എത്രയെത്ര ചവറുകളാണ് നാം മനസ്സിൻ്റെ ഉള്ളറയിൽ കാത്തു സൂക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ളവ നമ്മുടെ മനസ്സിൻ്റെ ഫയലുകളിൽ ഒതുക്കി വയ്ക്കുന്നതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാനില്ല. പ്രത്യുത അവ നമ്മെ നശിപ്പിക്കുകയേ ഉള്ളൂ. നിഷേധാത്മകമായ എല്ലാ സ്വഭാവ വൈകൃതങ്ങളും ചവറ്റുകുട്ടയിൽ എറിയപ്പെടേണ്ടവയാണ്. വകവയ്ക്കാതെ തള്ളേണ്ട അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരുടെ ക്രൂരമായ പെരുമാറ്റം, സ്നേഹശൂന്യത, നന്ദികേട്, നിശിതമായ വിമർശനം എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ നിശേഷം വകവയ്ക്കാതെ ചവറ്റുകുട്ടയിൽ തള്ളേണ്ടവയാണ്. പക്ഷേ ഇവയെല്ലാം മനസ്സിൻ്റെ കൊച്ചുമുറികളിൽ അടക്കി വയ്ക്കുന്നതുകൊണ്ട് സമാധാനം ഇല്ലാതാക്കാമെന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. ജീവിതാനുഭവങ്ങളിൽ നിന്ന് തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യാനുള്ള വിവേകം നമുക്കുണ്ടായിരിക്കണം. അപ്രകാരം ചെയ്യാതെ മേൽപ്പറഞ്ഞ ചപ്പുചവറുകൾ ഉള്ളിൽ പേറിക്കൊണ്ട് നടന്നാൽ സ്വയം നശിക്കുമെന്നുള്ള മനഃശാസ്ത്ര യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ജീവിതം അർപ്പിച്ചുകൊണ്ട് വിവേകപൂർവം നമുക്ക് നേരിടേണ്ട ഓരോ പ്രശ്നവും കൈകാര്യം ചെയ്യേണ്ടതാണ്. ജീവിതത്തിൻ്റെ ചവറ്റുകുട്ട ഉപയോഗിക്കുവാൻ മറക്കാതിരിക്കുന്നതിലാണ് നമ്മുടെ വിജയം സ്ഥിതി ചെയ്യുന്നത്. നാം പൂഴ്ത്തിവെക്കുന്ന എല്ലാ അനാവശ്യ സാധനങ്ങളും അതിൽ നിക്ഷേപിക്കുക. ഓർക്കണമേ, ഹൃദയത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഫലത്തിന് വ്യത്യാസമുണ്ടാകും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾ ചണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന് അല്ലയോ? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.